സന്തോഷവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ നിറച്ചൊരു നല്ല നാളുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. വിഷുക്കണിയൊക്കെ കണ്ട് വിഷുക്കണി നീണ്ടൊക്കെ വാങ്ങി കിച്ചട്ടനും ചേച്ചിമാരും അമ്മേനൊക്കെ കൂട്ടി റെഡിയായി അമ്പലത്തിലൊന്ന് പോകണം. അവിടുത്തെ കൈനീട്ടങ്ങൾ കിട്ടിയാലേ ഈ വിഷുവിനൊരു പൂർണ്ണതയില്ല. എല്ലാവരേക്കാളും ഭക്തി കൂടുതലുള്ള കിച്ചൂട്ടനാണ് കേട്ടോ. ഭക്തി മാത്രമല്ല, അമ്പലത്തിൽ എന്ത് പരിപാടി നടന്നാലും അതിപ്പോൾ ഉള്ളിലെ അഖണ്ഡനാമജപായാലും ശരി, പുറത്ത് പച്ചക്കറി വെട്ടലായാലും ശരി, എല്ലാവരും കൂടെ കിച്ചുട്ടുണ്ടാവും. അവിടേക്ക് ഒന്ന് തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോഴാണ് കിച്ചുട്ടനടുത്ത ആവശ്യം, നമുക്ക് പത്തീശ്വര അമ്പലത്തിൽ ഇവിടെ നിന്ന് പോയാലോ. രാവിലെ വണ്ടിയിൽ ഇങ്ങനെ എല്ലാവരും കൂട്ടി ഇങ്ങനെ കറങ്ങാൻ നല്ല രസമല്ലേ. നമ്മളതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. റസിയ സുകന്യാണെങ്കിൽ പിന്നെ അടുക്കള തിരക്കിലല്ലേ. സതി നേരത്തെ തന്നെ കുഞ്ഞിനെയും കൂട്ടി പോയി. അവരമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ കുഞ്ഞ് നമ്മുടെ കൂടെ കൂടിയിട്ട് പൊന്നൂസ് പിന്നെ നല്ല ഉറക്കത്തിലായിരുന്നു. ഈ വിഷു ആഘോഷത്തിനൊരു ചെറിയ മങ്ങലേറ്റ പോലെ. അമ്മ വീട്ടിൽ ഇന്ന് പോകാൻ പറ്റില്ല. അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് എല്ലാവർക്കും കൂടി പോകാൻ പറ്റില്ലല്ലോ. സുകന്യ കുട്ടികളൊക്കെ കൂടി ഇന്നലെ വൈകുന്നേരം തന്നെ പോയി. പിന്നെ നമ്മുടെ പപ്പുട്ടനും കോഴിയൊക്കെ ഉള്ളതല്ലേ. നമ്മൾ വിഷുവിൻ്റെ അന്നത്തെ ഉച്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഉച്ച വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കണ സദ്യയൊക്കെ കാണണ്ടേ. ഇന്നത്തെ നമ്മുടെ ഉച്ചവിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മൾ വീട്ടിലേക്കൊന്നും പോകണില്ല കേട്ടോ. വീട്ടിലേക്കൊക്കെ പോകണം വിചാരിച്ചാണ്. അപ്പം അവിടെ ഒരു മരിപ്പുള്ളതും കൊണ്ട് മരിപ്പ് കഴിഞ്ഞിട്ട് നമുക്കൊക്കെ അങ്ങനെ ചൂനി എന്ന് പറയില്ലേ, ചൂനിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞിട്ടേ. അപ്പം നമ്മളിതാ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ഒക്കെ നല്ല പോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും മസാലയൊക്കെ. റിച്ചുവിനെ കാണിച്ചു കൊടുക്ക്. റിച്ചുവിന്റെ അച്ഛൻ കാണട്ടെ. റിച്ചുവിന് ടാറ്റ കൊടുക്കടാ. ടാറ്റ കൊടുക്ക് റിച്ചു. ഹായ് പറ. ഹായ്. നമ്മുടെ രാജുവിന്റെ കുട്ടിയാണ് കേട്ടോ റിച്ചു. നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ട്. റിച്ചുട്ടനെ രാവിലെ ആരെ കൊണ്ടുവന്ന് കുട്ടീനെ കണ്ട്. അപ്പൊ ടാറ്റ. നീ കുട്ടി പോയി കളിച്ച. അപ്പൊ രാവിലെ അമ്പലത്തിലേക്കൊക്കെ പോയി വന്ന് ചോറായി കേട്ടോ. ചോറായി. സാമ്പാറിനുള്ളത് പരിപ്പും കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉപ്പേരി ഉണ്ടാക്കണം. മത്തനും കൊണ്ടൊരു എലിശ്ശേരി ഉണ്ടാക്കണം. പിന്നെ കുറച്ച് അവിയൽ ഉണ്ടാക്കണം. പായസം ഉണ്ടാക്കണം. പണിയുണ്ട്. ഇനിയിപ്പോൾ അമ്മ ചിലപ്പോൾ കുറച്ച് നേരം വൈകിട്ടായിരിക്കും വരിക. പൊന്നൂസ് ഇന്നലെ രാത്രിയിലൊക്കെ വൈകിട്ടല്ലേ ഉറങ്ങിയത്. അപ്പൊ അവൻ ഉറക്കം നീച്ചിട്ട് വാശി പിടിച്ചിട്ട് സുകന്യ അവിടെയാണ് കേട്ടോ. പിന്നെ ഇപ്പൊ ഇതൊക്കെ വേഗം നമ്മൾ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം ആവില്ലേ. അവിയലിനുള്ള കഷ്ണങ്ങൾ മാത്രം നുറുക്കിയിട്ടില്ല. അപ്പൊ രാവിലെ കുട്ടികൾക്ക് ഈ അട ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ ഉപ്മാവ് ഉണ്ടാക്കിയില്ല കേട്ടോ. ഉപ്മാവ് ഉണ്ടാക്കണം വിചാരിച്ചാണ്, ഉണ്ടാക്കിയില്ല. അപ്പൊ എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും ഉണ്ടാക്കി തരണേ പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. അപ്പൊ അതിന് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തിളക്കിനേയുള്ളൂ. ഭയങ്കര ചൂടായതുകൊണ്ട് ഒരു 10 മണിയൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാ പണികളും കഴിക്കണം വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഭയങ്കര വിഷമം. ഓണത്തിന് പോയി വന്നതല്ലേ വീട്ടില്. അപ്പൊ ഒന്ന് വീട്ടിൽ പോണം എന്നൊക്കെ വിചാരിച്ചതാണ്. വീട്ടിൽ പോക്കും നടന്നില്ല. പിന്നെ ഓരോ ആപത്തുകൾ വരുമ്പോ നമ്മൾ വിചാരിക്കാണ്ടല്ലോ ദൈവം വരുത്തണത്. അമരക്കപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇതിക്ക് തേങ്ങയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വൃത്തിയാക്കാരൊക്കെ ഉണ്ട് കേട്ടോ. വൃത്തിയേടായി കിടക്കണ എന്താ വെച്ചാൽ കഷ്ണങ്ങൾ നുറുക്കിയിട്ടൊക്കെ അങ്ങനെ വെച്ചിട്ടേ വേഗം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണല്ലേ. ഏത് സമയവും അടുക്കള പണി തന്നെ. വെക്കുക കഴിക്കുക തന്നെയല്ലേ പണി. ഇത് മത്തനും വെള്ളപ്പയർ എലിശ്ശേരി ഉണ്ടാക്കാൻ. തിന്നടി.
സതിയേട്ടാ നമുക്ക് ഇശയ്ക്ക് പോണ്ടേ? ഇശയ്ക്ക് സതിയേട്ടാ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ളൊക്കെ ഉണ്ടാക്ക സതിയേട്ടാ. നമുക്ക് പോവാ. 3 കൂട്ടരാകുമ്പോ വണ്ടിക്കൂലി കമ്മിയാവില്ലേ? ഒന്ന് ചോദിച്ചു നോക്ക് സതിയേട്ടാ. ഉമേഷ് ചേട്ടൻ്റെ അടുത്ത് വണ്ടിയില് 3 കൂട്ടരാകുമ്പോ പൈസ കമ്മിയല്ലേ? ഞാൻ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കേ. കടയിൽ നിന്നൊന്നും വാങ്ങിപ്പിക്കില്ല. വേണ്ട, അവൾക്ക് പറ്റില്ല കടയിൽ നിന്ന് വാങ്ങാണ്ട്. അവിയൽ ഉണ്ടാക്കാൻ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തട്ടിക്കൂട്ട് അവിയല്. 110 രൂപ എത്രയോ 1 കിലോ പയറിന്. അപ്പൊ എന്താടി എന്താ ചേട്ടാ ദീനെ പോണ്? പായസത്തിനുള്ള പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മൾ സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അടയൊക്കെയാണ് ഉണ്ടാക്കല്. ഇപ്പൊ ഇന്ന് അടയിന്ന് പിടുത്തം വിട്ടു. അട ചെറുപയറൊക്കെ ഉണ്ടാക്കുക. സേമിയ പായസം അങ്ങനെ എന്താ വിഷുവിന് ഉണ്ടാക്കാറില്ല അല്ലമ്മോ? ഇപ്രാവശ്യം ഒരു സേമിയാണ് വെച്ച വേഗം ആവില്ലേ? അമ്മൂട്ടിക്ക് അമ്മമ്മ വീട്ടിക്ക് പോകാത്തതിന് സങ്കടല്ലേ? എന്ത് തല ഇങ്ങനെ ആട്ടണത്? പറ. ഉണ്ടോ? ഇതാണ് ശരിക്കില്ലേ നമുക്കിങ്ങനെ തോന്നില്ലേ? ഒരു ചേച്ചി അനിയത്തിയൊക്കെ വേണം കേട്ടോ. എന്നാ ചേച്ചി അനിയത്തിമാരൊക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാല് എന്താ അനിയത്തിയുടെ വീട്ടിക്കും ചേച്ചിയുടെ വീട്ടിക്കൊക്കെ പോവാ. ഏട്ടന്മാരാണ് പറഞ്ഞു വെച്ചാൽ എന്താണെന്നറിയോ? ഏട്ടത്തിയമ്മമാരൊക്കെ വിരുന്ന് പോവില്ലേ? പിന്നെ നമ്മള് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ ആരാ ഉണ്ടാവുക? ആരും ഉണ്ടാവില്ല. അപ്പൊ അനിയത്തിമാരുണ്ടെങ്കിൽ 2 പേരും ഒത്തിട്ട്, ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിട്ട് വരികയൊക്കെ ചെയ്യുമല്ലോ. എക്കിട്ട വരെ എന്താ കട്ട് നിന്ന് മൂക്കില് നുള്ളിയാ മതി. എക്കിട്ട നിക്കത്ര അവിയല് കേട്ടോ. നടക്കുന്ന വിചാരിക്കും. അവിയല് പിന്നെതാ പച്ചടി, പിന്നെ മത്തനും വെള്ളപ്പയർ എലിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെതാ അമരക്കയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പാറ്, ചോറ്, പായസം, പിന്നെതാ ഒരു സാധനം കൂടി ഉണ്ട്, അച്ചാറുണ്ട്. പുളിയഞ്ചി ഉണ്ടാക്കിയിട്ടില്ല, കാള ഉണ്ടാക്കിയിട്ടില്ല, മസാലക്കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എന്നാലും 1 2 3 4 5 5 1 6 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ വറവുകളും ഇല്ല, പപ്പടം 7 എണ്ണം ഒക്കെ ഉണ്ട്. കുട്ടികളെ സന്തോഷിപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചോറിപ്പ തരാം കേട്ടാ. ചാച്ചന് വരണം. അയ്യോ പോണ്ടേ, പോണ്ട കുഞ്ഞാ. വലിയമ്മ വാഴ്ത്തര നിക്ക്. വലിയമ്മ വാഴ്ത്തര നോക്കിയൊക്കെ എല്ലാവരും ഇരിക്കും നോക്കിയൊക്കെ. എന്നിട്ട് ഉറങ്ങിക്കോ. പായസം കുടിച്ച് കുട്ടിക്ക് ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കിയിരിക്കുന്നു, സേമിയ പായസം. നീക്കി പിടിക്ക്. എന്തായാലും അവിടെ ഉറങ്ങിയായിരുന്നു. ചപ്പറ പടിഞ്ഞിരിക്കും. ഇല വെക്കട്ടെ വലിയമ്മ? ഇല വെക്കട്ടെ? പായസം വെച്ചിട്ട് ഇല എടുക്ക. അവന് വേണ്ട. സൂനി അവിടെ ഇരുന്നോ? അപ്പൊ ഇനി ബാക്കി ഊണ് കഴിഞ്ഞിട്ട് എടുക്കാം. ഊണ് കഴിക്കട്ടെ, രാവിലെ ഒന്നും കഴിക്കാത്ത. എന്താ കുഞ്ഞത് പെണ്ണി തീരുപ്പെന്ന്? കൊറേ നേരെ നീ എണ്ണ തന്നിട്ട് എവിടെയൊക്കെ കാണിച്ചേ? കുറച്ചിങ്ങോട്ട് തന്ന കൈ നീട്ടൊക്കെ ഇങ്ങനെ എണ്ണിയാലോ? എണ്ണൊന്നും ചെയ്യണ്ടെങ്കിൽ തന്നോ, ഞാൻ കൈ പിടിക്കാം. കുഞ്ഞു ഞാൻ കൈ പിടിക്കാം. കുഞ്ഞു വല്യമ്മയ്ക്ക് താടാ. ഈ വല്യമ്മയ്ക്ക് വിഷ് ചെയ്തിട്ട് തന്നോ? എന്താ തരാന്? എന്താണ്? മാറുന്നു അതാ കത്തി.
5 മണി വരെ ഉറങ്ങിയിട്ട് 1 മണിക്ക് അങ്ങോട്ട് കടന്നുറങ്ങിയിട്ട് 1:30 കടന്നുറങ്ങിയിട്ട് ഇവരൊക്കെ 1 മണിക്ക് കഴിച്ചു കഴിഞ്ഞതും കടന്നു. 1:30 കടന്നിട്ട് നമ്മള് നീച്ചത് 5 മണിക്കാണ് നീച്ചത്. അച്ഛമ്മക്ക് സ്പൂൺ എടുത്തില്ലല്ലോ, ആ സാധനം ഇട്ട് കൊടുക്ക. അച്ഛമ്മ കഴിച്ചോക്കും അങ്ങനെ ഇതെന്താ മനസ്സിലായത്? വേറെ പലഹാരം നല്ലത് കഴിക്കണ എന്ത് പലഹാരമാണോ? ഇത് നമ്മള് പണ്ട് കാളൻ പാനിപൂരിയുടെ വീഡിയോ എടുത്തപ്പോ ആ കടയില് കഴിക്കുന്നൊരു ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഈ പൈസ കഴിയണവരെ മക്കള് രാജാക്കന്മാരാണ്. മുട്ടക്കാളൻ കുഴപ്പമില്ല, അടിപൊളി. കാളൻ എനിക്ക് ടേസ്റ്റ് തോന്നിയത് എവിടത്തേന്നറിയോ? കല്ലടിക്കോടത്തെ അല്ലേ, നല്ല ടേസ്റ്റ് ഉള്ള കാളനാട്ടോ അത്. അവിടെ അവര് പോയില്ലേട്ടാ, അറിയില്ല, ഞാൻ കല്ലടിക്കോടത്തെ കാളൻ സൂപ്പറാണ്. എപ്പോഴൊന്നും കഴിക്കില്ല കേട്ടോ, എപ്പോഴെങ്കിലൊക്കെ പോകുമ്പോ കഴിക്കുമ്പോ. അമ്മമ്മേനെ വിളിച്ചപ്പോ ഇച്ചോ കത്തിയില്ല ധൈര്യല്ലേ ഓടിക്കോ. അമ്മേ എന്താ നിന്നോടത്ത് നിന്ന് ഞെട്ടണു. എന്തിനാ പേടിക്കണേ? എന്തിനാടാ പേടിക്കണത്? എന്തിനാ നീ പേടിക്കണേ? എന്തിനാ നീ പേടിക്കണേ? പൊട്ടിക്കുക അല്ലാണ്ട് പൊട്ടിച്ചിട്ട് ഓടില്ല. അത് പറഞ്ഞ നീ അതിനെ പൊട്ടിക്കാ കേട്ടാ. എന്തത് കത്താത്ത? നീ ഇങ്ങനെ പൊട്ടിക്കണ്ട കേട്ടോ. മതി, നല്ല മരണ്ട് അല്ലേ? നീ ഇല്ലടാ കഴിഞ്ഞോ? ഇതുപോലുള്ളതില്ലേ, കറങ്ങിട്ട് നക്ഷത്രം പോലെ കറങ്ങിട്ട് ആ പൊട്ടണ സാധനം, അതെവിടെ? അത് കഴിഞ്ഞോ? അതിനെന്താ മത്സരിച്ച് പൊട്ടിക്കല്ലായിരുന്നു ലക്ഷ്യോ? അച്ചോട്ടിക്ക് ഞാനൊക്കെ എത്ര കഴിഞ്ഞിട്ട് എന്റെ പേടി മാറി എന്ന് പറഞ്ഞിട്ടാ. അയ്യേ, ഇതെന്താ കത്തുന്നില്ലേ? തീർന്നാ? എത്ര പടക്കം വാങ്ങിയതാ, ഒക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? വെറുതെ നമുക്ക് ഇത് ഒരാളെന്നല്ലല്ലോ, ഇതിപ്പോ എത്ര ആളാണ്? 5-6 ആളിരുന്ന് പൊട്ടിച്ച് തീരാത്ത പടക്കാണ് അപ്പൊ. പൊന്നൂസിനും കൂടി ഒരു പേടിയില്ല കേട്ടാ. എന്തേ കൈ പൊന്തി താത്തി പിടിച്ചിട്ട് തിരിക്കട്ടോ. അല്ല, അത് കൈ പൊക്കിയിട്ട് തിരിച്ചിട്ടാണേ. അപ്പൊ അങ്ങനെ ആക്കണ്ട. എന്തിനാണ് അങ്ങനെ ആക്കണത്? പിച്ചുട്ടാ പുറത്ത് ഷർട്ടിന്റെ കൂടെ വീണല്ലേ, ഇടങ്ങറോ വെറുതെ തമാശ കളിക്കുന്നത്. പപ്പൂര് തീ കണ്ടാ പേടിയാണ്. പപ്പൂര് തീ കണ്ടാ പേടിയാ. കഴിഞ്ഞു, ആദ്യമായിട്ട് കാണണല്ലേ? അയ്യോ, ആയിട്ടില്ലേ? എവിടെ ആവണത്? കണ്ണ് തന്നില്ലല്ലോ. മതിയേട്ടാ, മതിയേട്ടാ. നിർത്തിട്ടോ. കഴിഞ്ഞോ? ഇത് എന്ത് സൗണ്ടാ വെച്ചിട്ടാ? മതിയേട്ടാ, മതി. ഇവിടെ വിശ്വാഘോഷം കഴിഞ്ഞു. ഇനിയുള്ള പടക്കല്ലേ അവിടെ ഇരുന്നോട്ടെ. ഇനി എത്ര ഇനി ഉണ്ടോ തോനെ? ഇനി കുട്ടികൾ വരട്ടെ, കുട്ടികൾ വന്നിട്ട് പൊട്ടിക്കാം.
വിഷു കഴിഞ്ഞാല് മക്കള് വന്നിട്ട് പൊട്ടിക്കാം. ലൈറ്റ് എത്ര പോലെ ഇങ്ങനെ ചെതറി പോണത് അല്ലേ. ഇതൊക്കെയാണ് പറഞ്ഞാല് അവിടെ എല്ലാവരും പാടെ കൂടിയിട്ട് അങ്ങനെ ആടൊക്കെ വാങ്ങിയിട്ട് ആടൊക്കെ ഇറക്കൂട്ടോ. എന്താ ഇപ്പൊ ഒക്കെ കൊറേ ആയിട്ട് അങ്ങനെ നിന്നു. നാളെ അവിടെ വീട്ടിലിന്റെ അവിടെ ഭയങ്കര 3-ാം തീയതി നമ്മുടെ 3-ാം തീയതി ആഘോഷം തന്നെയല്ലേ. എന്തായാലും അച്ഛനില്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു വിഷുവാണ്. എന്താ ഇത് ഈ സമയത്ത് വിഷു ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വലിയൊരു സന്തോഷമായിട്ട് കൊണ്ട് നടന്ന അച്ഛനാണ്. അച്ഛന് വിഷുവിന്റെ ഒരുപാട് ദിവസങ്ങൾ മുന്നേ തുടങ്ങും. ആ വിഷുവിനായാലും ഓണത്തിനായാലും ഓരോന്നായിട്ട് ഇങ്ങനെ ഒരു കുട്ടി വെക്കും. പിന്നെന്താ കണിവെള്ളരി, മത്തൻ, കണിക്കൊന്ന, അതേപോലെ തന്നെ എല്ലാവർക്കുള്ള പപ്പടം, ഇതൊക്കെ നിർബന്ധമാണ്. പപ്പടമൊക്കെ എത്ര കൊണ്ടുവന്നാലും മതിയാവില്ല, അങ്ങനെ കൊണ്ടുവന്നതാവട്ടോ. എന്നിട്ട് പിന്നെ എന്താ ഉച്ച കഴിയുമ്പോ കുറച്ച് കള്ളുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കൊക്കെ വാരി കൊടുക്കല്ലേ, എല്ലാവർക്കും വാരി കൊടുക്കും. അച്ചുട്ടിക്കൊക്കെ പിന്നെ പ്രത്യേകിച്ച് പറയും വേണ്ട, അച്ചുവിനെ പിന്നെ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി അവൾക്ക് കൊടുക്കും. ഇപ്രാവശ്യം നമുക്ക് കുറേ പോരായ്മകൾ വന്നിട്ടുണ്ട്. കാരണം നമ്മള് ഇതുവരെ എത്രയൊക്കെ സന്തോഷം ഉണ്ടെങ്കിലും അച്ഛനില്ലാത്തപ്പോ ഒരു സങ്കടം തന്നെയാണ്. കുറേ പോരായ്മകൾ വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്കത് വ്യക്തമായിട്ട് ചെയ്യാനും പറ്റുന്നില്ല ചേട്ടാ. കാരണം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു. നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അത് അച്ഛനുള്ള സമയങ്ങൾ അതൊക്കെ അച്ഛൻ്റെ ഓരോന്ന് കണ്ടറിഞ്ഞ സമയങ്ങളിൽ ചെയ്തു വരുമ്പോൾ നമ്മൾക്കത് ഇനി എന്താണ് അത് ചെയ്യേണ്ടത്, ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് പോലും നമുക്ക് ആലോചിക്കേണ്ട ആവശ്യം കൂടി വരാറില്ല. നമ്മൾ വന്ന് കണി കാണാൻ എണീറ്റ് വരുമ്പോഴേക്കും കണി റെഡി ആയിട്ടുണ്ടാവും. അത്രേ ആവശ്യമുള്ളൂ. ബാക്കി നമ്മൾ അതിലേക്ക് പടക്കങ്ങളോ സാധനങ്ങളോ വേണ്ടത് എത്തിക്കുക എന്നല്ലാണ്ട് വേറൊരു കാര്യം അതിലേക്ക് അറിയേണ്ടി വരാറില്ല. എന്താ എല്ലാ പച്ചക്കറി ഉണ്ടാക്കുക ചേനയും മത്തനും ഓരോ കഷ്ണം അച്ഛൻ കൊണ്ടു കിട്ടും. അച്ഛനത് എന്താ എലിശ്ശേരി ഉണ്ടാക്കില്ലേ, അത് ഇഷ്ടമാണ്. അതും പിന്നെ ഓലനും ഈ സംഭവത്തിനുള്ള സാധനങ്ങളും പയറും കൊണ്ടുവരും. ബാക്കി പിന്നെ വേറെ എന്ത് വാങ്ങാ വെച്ചാൽ അത് കൊണ്ടുവരും. അപ്പൊ എന്തായാലും ജീവിതം അങ്ങനെയൊക്കെയാണ്. മറിഞ്ഞ് നമ്മുടെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറം പോകും. എന്തായാലും എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷം എല്ലാം നിറഞ്ഞ ഒരു നല്ല ദിവസങ്ങൾ ഇനി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.